നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ നടത്തിയ വിവാദ പ്രസ്താവന നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചെങ്കിലും ക്രൈസ്തവ വിഭാഗങ്ങളുടെ അതൃപ്തി മാറിയിട്ടില്ല. കാരണം അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു സജി ചെറിയാൻ്റെ പ്രസ്താവന. കാരണം സജി ചെറിയാൻ എപ്പോഴും പറയുന്നത് ഇത് ഓണാട്ടുകാരുടെ ഭാഷയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ എത്തേണ്ടവർക്ക് എത്തുകയും വേദനിക്കേണ്ടവർക്ക് വേദനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കുന്തവും കുടച്ചക്രവും ഒക്കെ പ്രയോഗിക്കുന്ന ആളല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന അവരിൽ ഉണ്ടാക്കിയ അതൃപ്തി മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും അറിഞ്ഞാണ് മന്ത്രിയുടെ പ്രസ്താവനയെ കോൺഗ്രസിൻ്റെ ആരോപണം ശരിവയ്ക്കുമാറാണ് സഭാ നേതാക്കളുടെ നീക്കങ്ങൾ. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരുടെ ക്രൈസ്തവ നേതാക്കൾ പങ്കെടുത്തതിനെക്കുറിച്ചുള്ള സജി ചെറിയാൻ്റെ പുന്നപ്പറയിലെ പ്രസംഗമാണ് വിവാദത്തിനിടയാക്കിയത്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ചില ബിഷപ്പുമാർക്ക് BJP നേതാക്കൾ വിളിച്ചാൽ രോമാഞ്ചമാണ്. പ്രധാനമന്ത്രിയെ കാണാൻ പോയ ആളുകൾക്ക് ആർക്കും മണിപ്പൂരിനെ പറ്റി പറയാനുള്ള ആർജവമില്ല. അവർ നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നു എന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞത്. അപ്പോൾ ഈ കേക്ക്, വൈൻ, രോമാഞ്ചം എന്നിവ തൻ്റെ പ്രസംഗത്തിൽ നിന്ന് പിന്നീട് നമ്മുടെ മാന്യനായ സജി ചെറിയാൻ പിൻവലിച്ചു. പക്ഷേ ക്രൈസ്തവ സഭാ നേതാക്കളുടെ ക്ഷോഭം അടങ്ങിയിട്ടില്ല. അതിൻ്റെ ബഹിർസ്ഫുരണമാണ് മുഖ്യമന്ത്രി വിളിച്ച വിരുന്നിൽ പല ക്രൈസ്തവ നേതാക്കളും വിട്ടുനിന്നു എന്നുള്ളതാണ്. ലത്തീൻ സഭകളുടെ പ്രധാന നേതാക്കൾ ആരും വിരുന്നിൽ പങ്കെടുത്തില്ല. ലത്തീൻ സഭ നെയ്യാറ്റിൻകരയിലെ ബിഷപ്പിനെയാണ് ചടങ്ങിന് അയച്ചത്. മറ്റ് സഭകളിലെയും പ്രമുഖരാരും പങ്കെടുത്തില്ല. കാരണം മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ പൗരപ്രമുഖരല്ലേ എത്തേണ്ടത്. അങ്ങനെ പ്രമുഖരാരും എത്തിയില്ല. മുഖ്യമന്ത്രിയുടെ വിരുന്നിന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, തിരുവനന്തപുരം ലത്തീൻ ആർച്ച് ബിഷപ്പ് എന്നിവരെ ക്ഷണിച്ചെങ്കിലും അവരും പങ്കെടുത്തില്ല. തിരക്കുകൾ കാരണമാണ് പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് സഭാ പ്രതിനിധികൾ പ്രതികരിച്ചു. നവകേരള സദസ്സിനോടനുബന്ധിച്ചുള്ള പ്രഭാത യോഗത്തിലും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് പങ്കെടുത്തിരുന്നില്ല. അതുപോലെ വിഴിഞ്ഞം തുറമുഖ സമര വിഷയത്തിൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ലത്തീൻ സഭ. അവിടെ നടന്ന അക്രമങ്ങളുടെ കേസുകളിൽ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത് ആർച്ച് ബിഷപ്പിനെയാണ്. വിരുന്നിനുള്ള ക്ഷണക്കത്ത് അവസാന നിമിഷം രാജ്ഭവനിൽ എത്തിച്ചെങ്കിലും ഗവർണറും അവിടെ പോയില്ല. ഗവർണറെ മന്ത്രിമാരോ ചീഫ് സെക്രട്ടറിയോ നേരിട്ടെത്തി ക്ഷണിക്കുകയോ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുകയോ ഒക്കെ ആയിരുന്നു പതിവ്. ഇത്തവണ ഗവർണറുടെയും രാജ്ഭവൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും പേരിലുള്ള ക്ഷണക്കത്തുകൾ ആൾവശം കൊടുത്തുവിടുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതോടെ ക്രൈസ്തവ സഭകൾ BJPയുമായി അടുക്കുന്നു എന്ന സംശയത്തിലാണ്. വിരുന്നിൽ മണിപ്പൂർ വിഷയം സഭാ നേതാക്കൾ ഉന്നയിക്കാതിരുന്നത് ആയുധമാക്കി ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ CPM സജി ചെറിയാൻ്റെ വിവാദ പ്രസംഗത്തിന് നിയോഗിച്ചതെന്നാണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ വിലയിരുത്തുന്നത്. എന്നാൽ കേരള കത്തോലിക് ബിഷപ്പ് കൗൺസിൽ സർക്കാരുമായി സഹകരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ മന്ത്രിക്ക് പ്രസ്താവന ഒടുവിൽ പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, തലശ്ശേരി ബിഷപ്പിൻ്റെ പ്രസ്താവന മുതൽ ഈ ക്രൈസ്തവ സഭാ നേതാക്കളെ CPM അങ്ങനെ നോട്ടമിട്ട് വരികയാണ്. കാരണം BJPയിലേക്ക് ചായാനുള്ള സാധ്യതകൾ പലയിടങ്ങളിലും കാണുന്നുണ്ട്. നിങ്ങൾ റബ്ബറിന് 300 രൂപ വിലത, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു MBA തരാം എന്ന് വളരെ ധൈര്യത്തോടുകൂടി പറഞ്ഞ തലശ്ശേരി ബിഷപ്പ് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ഒരു BJP ചായ്വ്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നേരത്തെ എത്തിയപ്പോഴും അവിടെ ബിഷപ്പും മറ്റുമാരൊക്കെ അവിടെ പോയി കാണുകയും ചെയ്തു. അതുപോലെ ഡൽഹിയിലും ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിളിച്ചപ്പോൾ അവിടെ കണ്ടു. അപ്പോൾ ഇതൊക്കെ CPMനെ ആകെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഈ മണിപ്പൂർ വിഷയം എടുത്തിട്ട് കൊടുത്തു. ആ വിഷയം എടുത്തിട്ട് കൊടുത്തതോടുകൂടി തന്നെയാണ് ഈ ക്രൈസ്തവ സഭയിൽ ഒരു വിള്ളലുണ്ടാക്കാമെന്നാണ് സജി ചെറിയാൻ കരുതുന്നത്. ഈ സജി ചെറിയാൻ അത് തന്നിഷ്ടത്തിനനുസരിച്ചുള്ളതല്ല. അതിൻ്റെ പിന്നിൽ CPM നന്നായി വർക്ക് ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്.